മുഖത്തുള്ള ഓരോ ദിവസവും സ്കിന്ന് പീലാവുക, ചുണ്ട് കീറി മുറിയുക, ഒരു ലിപ്സ്റ്റിക് പോലും മര്യാദക്ക് ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നടന്നത്. അപ്പോൾ നാം എന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാൻ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോകും. എന്തെങ്കിലും ഒന്നെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഫേക്ക് പാക്ക്. വലിയ പാക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാക്ക്, അതായത് പച്ചവെള്ളം. എൻ്റെ ഓയിലി സ്കിന്നായിട്ട് പച്ചവെള്ളം മാത്രമേ പറ്റൂ. ഇത് പോൺസിന്റെ ടിന്നാണ്. അതായത് ഞാൻ ഇമാതി പാക്കുകളിലൊക്കെ വേണ്ടി ടിന്ന ഉപയോഗിക്കല്. ടിന്നിന്റെ കളർ നോക്കണം, എല്ലാം പാക്കിൻ്റെതും. അപ്പോൾ ആൽസ് ഗുഡ്നസിന്റെ മുൾട്ടാണി വെട്ടി വേറെ ആർക്കും വിട്ടു കൊടുക്കാനാണ് നിങ്ങൾ ജസ്റ്റ് ഒരു ബ്രഷിലോട്ട് കാക്കിക്കോട്ടെ. ഞാൻ ബ്രഷ് ഇടയില്ല, എൻ്റെ ബ്രഷ് എൻ്റെ കയ്യിൽ. നമ്മുടെ മുഖത്ത് എന്താണോ സ്യൂട്ടാണ് അതിലെല്ലാം കിടക്കാം. ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കല്യാണത്തിന്റെ സമയത്തിൽ ഡെയിലി 2 നേരം ഞാൻ ഇടുവരും. അങ്ങനെ ഇട്ടുകൊണ്ടൊന്നും എനിക്കല്ല, പക്ഷേ ഞാൻ ഇട്ടുവരും. അതായത് ഇതിൽ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് അങ്ങ് മിക്സ് ആക്കും. കാപ്പിപ്പൊടി ടാൻ റിമൂവലിന്റെ നല്ല അടിപൊളി സാധനമാണ്. കാശ്മീരിലേക്ക് ഞാൻ പോകുന്നതെന്ന് എല്ലാവരോടും പറഞ്ഞത് തന്നെ, കാശ്മീർ പോയിട്ടുണ്ടെങ്കിൽ നല്ല കാശ്മീരി ആപ്പിൾ പോലെ ആവും എന്നല്ല പറഞ്ഞു കേട്ടോ. കാശ്മീരി ആപ്പിൾ പോയിട്ട് സബർജില്ലി പോലെയായിട്ട് ആവൂലെന്ന് ഞാൻ പറയുന്നത്. ആടെ ജനിച്ചു വളർന്നവർക്ക് അത് നല്ല നല്ല തടപ്പടിക്കുന്ന ബ്രഷ് പോലെയും. നമ്മൾ തടപ്പടിക്കുമ്പോൾ ആദ്യത്തെ ഒരാഴ്ചയാവും നല്ല ചൊതാണോ, അത് കഴിഞ്ഞാൽ ചോപ്പ് സ്കിന്നിന്ന് തോല് പറഞ്ഞിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ പറിച്ച് കളയാനോ വേണ്ടെന്നൊരവസ്ഥയായിരുന്നു ആടുന്ന്. അത്ര എന്താ പറയണ്ട, അങ്ങനെ ആ തണുപ്പ് നമ്മുടെ മുഖത്ത് സെറ്റ് ആവില്ല. അത് അവിടെയുള്ളവർക്ക് മാത്രമാണ് തുടുത്ത് നല്ല ആപ്പിൾ പോലെയാണ്, നമുക്കതാവില്ല കണ്ടോ. ഞാൻ കാശ്മീരിലെ ആപ്പിൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യാം. എന്തായിട്ട് എങ്ങനെ പറയുന്നത്, അടുപ്പിച്ചിലേക്ക് ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ തോന്നി, ഞാൻ എടുത്തു. കണ്ടന്റ് ക്ഷമ വരുന്നില്ല, കണ്ടന്റില്ല. എൻ്റെ മുഖത്ത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു കുരു വരുന്നുണ്ടോ എന്നൊരു സംശയം. എൻ്റെ മുഖത്ത് അങ്ങനെ കുരു വരുന്ന മുഖമല്ല എൻ്റെത്. വരുന്നുണ്ടോ എന്ന സംശയം. അത് കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് കല്യാണം അല്ലാണ്ട് ഭയങ്കരമായിട്ട് മേക്കപ്പിലും ചെയ്തു, അതുകൊണ്ടായിരിക്കണം. കാശ്മീരിലേക്ക് ട്രിപ്പ് പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മോയ്സ്ചറൈസറും ബാക്കി വക സാധനങ്ങളെല്ലാം എടുത്തിട്ടേ പോകുന്നു. സൺസ്ക്രീൻ ഒന്നും എടുത്തിട്ട് കാര്യമൊന്നുമില്ല. സൺസ്ക്രീനുള്ള ലിപ്സ്റ്റിക്കും എടുത്തിട്ട്, ലിപ്സ്റ്റിക് ലിബാമും എടുത്തിട്ട് ഒരു കാര്യമില്ല. ചുണ്ട് നന്നായിട്ട് പൊട്ടും. നമ്മൾ ഇവിടുത്തെ സ്കിൻ ടൈപ്പിന്റെ സൺസ്ക്രീൻ അവരാണ് തേക്കുന്നത്. ഒരു എന്താ പറയുന്നത്, അവരാണ് തേക്കുന്ന സൺസ്ക്രീൻ ഉണ്ട്. ശരിക്കും പെയിന്റ് അടിച്ചിട്ടോ അതിന്റെ മുഖത്ത് അങ്ങനെ ഉണ്ടാവും. വൈറ്റ് കാസ്റ്റ് അങ്ങനെ മുഖത്ത് വേണമെന്നാണ് അവർ പറയുന്നത്. നല്ല തണുപ്പല്ല, ഇടയ്ക്ക് ഒരു ഇളം വെയിൽ കിട്ടുമ്പോൾ ഞാൻ സൺസ്ക്രീൻ വെയിലാണ്ട് പോയി നിന്ന് കൊള്ളും. അങ്ങനെ കൊണ്ടിട്ടാണ് എനിക്ക് പണിയിട്ട്. കാരണം ഇളം വെയിൽ ഭയങ്കര സംഭവമാണ്. ശരിക്കും അവിടെ നിന്ന് നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഒരു സ്കിന്നൊന്ന് ശരിയായി കേട്ടോ. അവിടെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ ആകെ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്കിന്ന് ആദ്യത്തെ ഒരു കാലാവസ്ഥയായിട്ട് ഒരിക്കലും സെറ്റ് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു 2 മാസത്തോടെ അവിടെ നിന്നിട്ടുള്ള ഒരു അനുഭവത്തിൽ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്താണ് ആപ്പിൾ പോലെ, കാശ്മീരി ആപ്പിൾ പോലെ ആവുന്ന. അപ്പോൾ കാശ്മീരിലെ ബാക്കി വിശേഷങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാം. നമുക്ക് ഓരോ കാര്യങ്ങൾ പറയാം. ആദ്യ കാര്യങ്ങൾ പറയാൻ നമുക്ക് തീരൂല ഗൈസ്. ഒരുപാട് പറയാനുണ്ട്. ഇതിപ്പോൾ ഉണങ്ങാൻ തുടങ്ങിയാൽ എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കരുതെന്നാണ് വിദഗ്ധർ പറയല്. പാക്ക് മുഖത്തിട്ടാലും ഞാൻ സംസാരിക്കും. എന്നെ കണ്ടിട്ട് ആരും എന്താ പറയണ്ടേ, അനുകരിക്കരുത്. കാരണം ഈ പാക്കാണ് കിട്ടും. മുൾട്ടാണി വിട്ട് കാപ്പിപ്പൊടി ഹാൻഡ് റിമൂവലിന് ബെസ്റ്റ് ആണ്. ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവും. അത് കുറച്ച് സമയത്തേക്ക് ഉണ്ട്. ഏത് പാക്ക് ഇട്ടാലും മണ്ണ് മാറ്റിച്ച് കഴുകി കളഞ്ഞാലും കുറച്ച് സമയത്തേക്ക് നല്ല ഗ്ലോ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്ലോ പോകും. അത് എന്ത് പാക്കാണെങ്കിലും അതെ, ഇൻസ്റ്റന്റ് റിസൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് പെർമനന്റ് റിസൾട്ട് വേണമെങ്കിൽ അത് എന്ത് കാര്യത്തിലായാലും കൺസിസ്റ്റൻസി മുഖ്യം വെക്കില്ലേ. ഇതുപോലുള്ള മോർ ട്രിക്സ് ആൻഡ് ടിപ്സ് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. എനിക്കങ്ങനെ വിദഗ്ധമായിട്ട് പറഞ്ഞുതരാമെന്ന് അറിയില്ലെങ്കിലും ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതായി പറഞ്ഞുതരാം. ഓക്കെ, ബൈ ഗൈസ്.